അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തവാ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത് ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. പിന്നെ നമ്മളടുത്ത് ഓവനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തവാ ചിക്കൻ ആക്കിയതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂണ്, തൈര് 2 ടേബിൾ സ്പൂണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള വലിയ പീസ് ചിക്കനുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ബാക്കി വന്ന മസാലയ്ക്ക് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ പച്ചക്കറികൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മളെല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും വേവിച്ച് കൊടുക്കണം. ഓവനുള്ളവർക്ക് ഓവനിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഗ്രിൽ ചിക്കൻ ആയിട്ട് കിട്ടും. ഇവിടെ പിന്നെ ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തവയിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ചിക്കൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഉണ്ടായിരുന്നത് ചോറ്, തൈര്, നമ്മുടെ ചിക്കന്, പിന്നെ കുക്കുംബറായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.